DNA എന്ന ചിത്രത്തിലൂടെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ വീണ്ടും സജീവമാകുകയാണ് റായ് ലക്ഷ്മി. ഇപ്പോഴത്തെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് റായ് ലക്ഷ്മി പറഞ്ഞ ചില വാക്കുകളാണ് ചർച്ചയായിട്ടുള്ളത്. വളരെ നിസ്സാരമായാണ് റായ് ലക്ഷ്മി കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റി സംസാരിച്ചത് എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ, പരസ്പര സമ്മതത്തോടെയല്ലേ അതൊക്കെ ചെയ്യുന്നതെന്നാണ് റായ് ലക്ഷ്മി ചോദിക്കുന്നത്. ആളുകൾ നെഗറ്റീവ് വശങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെന്നും സിനിമയിൽ ഒരുപാട് കടപ്പെട്ടിരിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നും റായ് ലക്ഷ്മി പറയുന്നു. റായ് ലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ, പരസ്പര സമ്മതത്തോടെയല്ലേ. TRPക്ക് വേണ്ടി ഇൻഡസ്ട്രിയെ മോശമാക്കുകയാണ് ചിലർ. ഈ ഇൻഡസ്ട്രി മനോഹരമാണ്, ചില ചീഞ്ഞ കഥകൾ ഉണ്ടെന്ന് കരുതി പൊതുജനങ്ങൾ കാണുന്നത് എല്ലാവരും അങ്ങനെയാണെന്നാണ്. ആളുകൾ നെഗറ്റീവ് വശങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഒരുപാട് കടപ്പെട്ടിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാസ്റ്റിംഗ് കൗച്ചിന്റെ ഒരു സീസൺ തന്നെ ഉണ്ടായിരുന്നുവെന്നും എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഉണ്ടായിരുന്നു പറയാനെന്നും, എന്നാൽ എല്ലാവർക്കും ഒരേ അനുഭവമല്ല ഉള്ളതെന്നും റായ് ലക്ഷ്മി പറയുന്നു. പക്ഷേ അത്തരം ഒരു അനുഭവം തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. തന്റെ ആദ്യത്തെ സിനിമയുടെ സംവിധായകൻ തന്റെ അച്ഛനെ പോലെ തന്നെയായിരുന്നു. മറ്റുള്ളവരെ അപേക്ഷിച്ച് തന്റെ വെല്ലുവിളികൾ വേറെയായിരുന്നുവെന്നും റായ് ലക്ഷ്മി പറയുന്നു. 100-ൽ 5% മാത്രമേ ഉള്ളൂ മോശമായുള്ളവർ. എല്ലാവരും അഭിനേതാവാകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പണത്തിന് നിങ്ങളെ അഭിനേതാവാക്കാനാകില്ല. അതിന് കഴിവും ആത്മാർത്ഥതയും തന്നെ വേണം. ഇന്ന് എല്ലാവർക്കും അഭിനേതാവാകാൻ സാധിക്കണമെന്നാണ് ചിന്തിക്കുന്നത്. അഭിനേതാവാകുക എന്നത് തമാശയല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണെന്നുമാണ് ഒരു അഭിമുഖത്തിൽ റായ് ലക്ഷ്മി പറഞ്ഞത്. മുമ്പൊരിക്കൽ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് റായ് ലക്ഷ്മി കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് സംസാരിച്ചത്. എന്നാൽ കാസ്റ്റിംഗ് കൗച്ച് എന്നത് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നതാണെന്നും റായ് ലക്ഷ്മി പറയുന്നുണ്ട്. അവസരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പുതുമുഖങ്ങളെ ചില നിർമ്മാതാക്കളും ഫിലിം മേക്കേഴ്സും ചൂഷണം ചെയ്യാറുണ്ടെന്നാണ് റായ് ലക്ഷ്മി പറഞ്ഞത്. അവർ കാരണമാണ് ഇൻഡസ്ട്രിയെ കുറിച്ച് തന്നെ നെഗറ്റീവ് ചിന്താഗതി ഉണ്ടാകുന്നത്. ഫിലിം മേക്കേഴ്സ് തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് ഊന്നൽ നൽകിയാൽ അഭിനേതാക്കൾക്കൊപ്പം കിടന്നാൽ കലയെ ബാധിക്കില്ലേ എന്നും റായ് ലക്ഷ്മി ചോദിക്കുന്നു. ചിലർ അറിയപ്പെടുന്ന നടിമാരെ പോലും സമീപിക്കാറുണ്ട്. അവർ അപ്പോൾ തന്നെ അത് സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയും. ചിലർ തങ്ങളുടെ കൂടെ കിടക്കാൻ തയ്യാറാകാത്തവരെ സിനിമയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുമെന്നാണ് റായ് ലക്ഷ്മി അന്ന് പറഞ്ഞത്. അതേസമയം തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമാണ് റായ് ലക്ഷ്മി. തമിഴിലൂടെയാണ് റായ് ലക്ഷ്മി കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് തെലുങ്കിലും സാന്നിധ്യം അറിയിച്ചു. കന്നഡയിലും താരം അഭിനയിച്ചിട്ടുണ്ട്. തുടർന്ന് രഞ്ജിത്ത് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം റോക്ക് ആൻഡ് റോളിലൂടെയായിരുന്നു മലയാളത്തിൽ റായ് ലക്ഷ്മി അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് അണ്ണൻ തമ്പി, 2 ഹരിഹർ നഗർ, ചട്ടമ്പിനാട്, ഇവിടം സ്വർഗമാണ് തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ റായ് ലക്ഷ്മി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. 2018-ൽ പുറത്തിറങ്ങിയ ഒരു കുട്ടനാടൻ ബ്ലോഗാണ് റായ് ലക്ഷ്മി അവസാനം അഭിനയിച്ച മലയാള സിനിമ. ഭോലെയാണ് റായ് ലക്ഷ്മിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ ഹിന്ദി സിനിമ. TS സുരേഷ് ബാബുവിന്റെ DNA ആണ് റായ് ലക്ഷ്മിയുടെ റിലീസിനൊരുങ്ങുന്ന സിനിമ. 6 വർഷത്തിനു ശേഷമാണ് റായ് ലക്ഷ്മി മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ്, പ്രായ്ക്കര പാപ്പാൻ, ഉപ്പുകണ്ടം ബ്രദേഴ്സ് തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ TS സുരേഷ് ബാബു ഒരു ഇടവേളയ്ക്ക് ശേഷം സംവിധായകനാകുന്ന ചിത്രം കൂടിയാണ് DNA. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.